السلام عليكم. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه. أما بعد. സൂറത്ത് സഫിലെ 10, 11, 12, 13 ഇത്രയും ആയത്തുകളാണ് ഓതിയിട്ടുള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: യാ അയ്യുഹല്ലദീന ആമനു, അവിടെ മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘം നൽകണം. ദീർഘം 4, 5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ഹൽ അദുല്ലുക്കും അലാ തിജാറ, അദുല്ലുക്കും എന്നതിലെ സാക്കിന മീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കണം. തിജാറത്തിൻ തുൻജീക്കും, അവിടെ 2 ഇഖ്ഫാ. തിജാറത്തിൻ എന്ന തൻവീനിനെ ഇഖ്ഫാ ചെയ്യണം, അവ്യക്തമാക്കി മണിക്കണം, ഇഖ്ഫാ ഹഖീഖി. തുൻജീക്കും സാക്കിന നൂനിനെയും ഇഖ്ഫാ ചെയ്യണം. തുൻജീക്കും മിൻ, സാക്കിന മീമിന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ഇദ്ഗാം ചെയ്ത് മണിക്കണം, ഇദ്ഗാം ഷഫവി. മിൻ അദാബിൻ അലീം, 2 ഇൽഹാർ ഹൽഖി ഉണ്ട് അവിടെ. മിൻ അദാബ്, അദാബിൻ അലീം, ഇത് രണ്ടും തൻവീനും സാക്കിന നൂനും തൻവീനും ഇത് രണ്ടും ഇൽഹാർ ഹൽഖി മണിക്കാതെ വെളിവാക്കി ഓതണം. തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിക്കും വഅൻഫുസിക്കും. അംവാൽ, ഈ പദത്തിലെ സാക്കിന മീം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒറ്റ പദമാണ്, ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കണം. അതുപോലെ അംവാലിക്കും വഅൻഫുസിക്കും, അവിടെയും സാക്കിന മീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക. അൻഫുസിക്കും സാക്കിന നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കുക. ദാലിക്കും ഖൈറുൽ ലക്കും ഇൻ കുൻതും, ഇവിടെ 3 സാക്കിന മീം ഇൽഹാർ ഷഫവി നൽകേണ്ടതുണ്ട്. അടുത്ത വചനങ്ങളിലും വരുന്നുണ്ട്. അപ്പോൾ ദാലിക്കും, ലക്കും, കുൻതും, ഇവിടെയൊക്കെയും മീമിനെ മണിക്കാതെ വെളിവാക്കണം. ഖൈറുൽ ലക്കും, ഖൈറുൻ എന്ന തൻവീൻ ഇദ്ഗാം ബിഗൈരി ഗുന്ന നൽകി മണിക്കാതെ ലയിപ്പിക്കണം പൂർണ്ണമായും. ഇൻ കുൻതും, ഇവിടെ സാക്കിന നൂൻ 2 എണ്ണം ഇഖ്ഫാ ചെയ്ത് അവ്യക്തമാക്കി മണിക്കേണ്ടതുണ്ട്. യഗ്ഫിർ ലക്കും, റാഇനെ തർഖീഖ് ചെയ്യണം. യഗ്ഫിർ, യഗ്ഫിർ എന്ന് തർഖീഖ് ചെയ്ത് ഓതണം. യഗ്ഫിർ ലക്കും ദുനൂബക്കും വയുദ്ഖിൽക്കും, യുദ്ഖിൽക്കും, ഇതിലൊക്കെയും വരുന്ന സാക്കിന മീം എല്ലാം ഇൽഹാർ തന്നെയാണ്, മണിക്കാതെ വെളിവാക്കുക. യുദ് എന്നുള്ള ദാലിനെ ഖൽഖല നൽകി വ്യക്തമാക്കി ശബ്ദം ചലിപ്പിച്ച് ഉച്ചരിക്കണം. വയുദ്ഖിൽക്കും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹ, ജന്നാത്ത് ശബ്ദുള്ള നൂനിനെ മണിക്കുക. ജന്നാത്തിൻ തൻവീനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കുക. മിൻ തഹ്തിഹ സാക്കിന നൂനിനെ അവ്യക്തമാക്കി മണിക്കുക. മിൻ തഹ്തിഹൽ അൻഹാർ സാക്കിന നൂൻ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കുക. വമസാകിന ത്വയ്യിബതൻ ഫീ, ത്വയ്യിബതൻ എന്ന തൻവീനെ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കുക. ജന്നാത്ത് വീണ്ടും ശദ്ദുള്ള നൂനിനെ മണിക്കണം, നൂൻ മുഷദ്ദദ. ആദിൻ, ആദിൻ എന്ന പദത്തിൽ ദാലിൻ്റെ സുക്കൂൻ ഖൽഖല നൽകി വ്യക്തമാക്കുക. അവിടെ വഖഫ് ചെയ്യാതെ ഓതുകയാണെങ്കിൽ ഇഖ്ഫാ ചെയ്യണം. അദ്നീൻ, അദ്നീൻ ദാലിക എന്നിങ്ങനെ മണിക്കണം, അവ്യക്തമാക്കി മണിക്കുക, ഇഖ്ഫാ ഹഖീഖി. വഉഖ്റാ തുഹിബ്ബൂനഹ, വഉഖ്റാ തുഹിബ്ബൂനഹ, ഈ 2 അലിഫും തമ്മിലുള്ള വ്യത്യാസം ഇന്ന് ഷെയ്ഖ് പ്രത്യേകം ഓർമ്മിപ്പിച്ചു. വഉഖ്റാ, റാ എന്ന തഫ്ഖീം എന്ന തുഹിബ്ബൂനഹ, ഹ എന്ന തർഖീഖും, അത് രണ്ടും മാറിപ്പോകരുത്. ഒന്നിന് തഫ്ഖീം മറ്റേതിന് തർഖീഖ്. വഉഖ്റാ തുഹിബ്ബൂനഹ, വഉഖ്റാ തുഹിബ്ബൂനഹ. നസ്റും മിനല്ലാഹ്, സ്വാദ് റാ ഇത് രണ്ടും തഫ്ഖീമിൻ്റേതാണ്.
നസ്റുൻ എന്നുള്ള തൻവീനിന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന. നസ്റും മിനല്ലാഹ്. വഫത്ഹുൻ ഖരീബ് തൻവീനിനെ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കുക. ഖാഫ് തഫ്ഖീമിൻ്റേതായതുകൊണ്ട് തൻവീനിനും തഫ്ഖീം വരും. ഫത്ഹുൻ ഖരീബ്. ബായിൽ വഖഫ് ചെയ്യുമ്പോൾ ഖൽഖല നൽകുക. വ്യക്തമാക്കി ശബ്ദം ചലിപ്പിച്ച് കേൾപ്പിച്ചുകൊണ്ട് ഖരീബ്. വബശ്ശിരിൽ മുഅ്മിനീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. يا أيها الذين آمنوا هل أدلكم على تجارة تنجيكم من عذاب أليم تؤمنون بالله ورسوله وتجاهدون في سبيل الله بأموالكم وأنفسكم ذلكم خير لكم إن كنتم تعلمون يغفر لكم ذنوبكم ويدخلكم جنات تجري من تحتها الأنهار ومساكن طيبة في جنات عدن ذلك الفوز العظيم وأخرى تحبونها نصر من الله وفتح قريب وبشر المؤمنين. السلام عليكم. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه. സൂറത്ത് സഫിലെ അവസാനത്തെ 14-ാമത്തെ വചനമാണ് നമ്മൾ ഓതിയത്. ശ്രദ്ധിക്കേണ്ടത് മദ് മുൻഫസിൽ വരുന്നത് യാ അയ്യുഹല്ലദീന ആമനു കൂനൂ അൻസാറല്ലാഹ്, അതുപോലെ മിൻ ബനി ഇസ്രായീൽ. ഇവിടെയൊക്കെ അതുപോലെ മൻ അൻസാരീ ഇലല്ലാഹ്, ഇവിടെയൊക്കെ മുൻഫസിലായ ദീർഘങ്ങളാണ് വരുന്നത്. ജായിസാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘം നൽകുകയോ നൽകാതിരിക്കുകയോ ചെയ്യാം. യാ അയ്യുഹല്ലദീന ആമനു കൂനു അൻസാറല്ലാഹ് എന്നും മൻ അൻസാരി ഇലല്ലാഹ് മിൻ ബനി ഇസ്രായീൽ എന്ന് ദീർഘം നൽകാതെ ഓതലും അനുവാദമുണ്ട്. അൻസാറ, അൻസാരി. ഇവിടെ സാക്കിന നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. മണിക്കലിലും തഫ്ഖീം ഉണ്ടായിരിക്കണം, പെരുപ്പിച്ചുകൊണ്ട്. എന്നല്ല അൻസാരി. ഇസ്തിഅലാൻ്റെ അക്ഷരത്തിന് മുമ്പിലാണ് നൂന് വന്നത് എന്നതുകൊണ്ടാണ് ആ തഫ്ഖീം നൂനിനും ഉണ്ടാവുന്നത്. ഖാല ഈസ ഇബ്നു എന്ന ബായിൻ്റെ സുക്കൂൻ, അതുപോലെ ഫഅയ്യദ്ന സൂറത്തിൻ്റെ അവസാനത്തിൽ, ഇതൊക്കെയും വ്യക്തമാക്കി ശബ്ദം ചലിപ്പിച്ച് ഖൽഖലത്തോടുകൂടി ഉച്ചരിക്കണം. ഹുറൂഫുൽ ഖൽഖലയിൽ പെട്ടതാണ് ഇവ രണ്ടും, ബാഉം ദാലും. ഫആമനത് ത്വായിഫ കഫറത് ത്വായിഫ. ഈ രണ്ട് പദങ്ങളിലും ഇദ്ഗാമുൽ മുതജാനിസൈൻ സഗീർ എന്ന ലയിപ്പിക്കൽ നൽകി. പൂർണ്ണമായും ത്വായിലേക്ക് താഇനെ ലയിപ്പിച്ച് ഷദ്ദുള്ള ത്വാ മാത്രം ഉച്ചരിക്കണം, താ കേൾക്കുകയില്ല. ത്വായിഫ, ഇസ്രായീൽ, ഈ രണ്ട് പദത്തിലും വന്നിട്ടുള്ളത് മദ് മുത്തസിൽ വാജിബാണ്. ത്വായിഫ ആവർത്തിച്ച് വന്നിട്ടുള്ള പദമാണ്. ഇതിൽ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘം നൽകൽ നിർബന്ധമാണ്. അദുവിഹിം ഫഅസ്ബഹു, അവിടെ
സാക്കിന മീം അല്പം പോലും അതിനു മുമ്പായി ത്വാഇഫത്തും മിൻ, അവിടെ തൻവീനിനെ പൂർണ്ണമായും ശേഷമുള്ള മീമിൽ ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. മീം ബനി, സാക്കിന നൂനിനെ ഇഖ്ലാബ് ചെയ്ത് മീമാക്കി മാറ്റി മണിക്കണം. സാക്കിന മീമിൻ്റെ ഹുക്മ് ആയ ഇഖ്ഫാ ഷഫവി നൽകി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കലാണ് വേണ്ടത്. മീം ബനി. അവസാനമായി അദുവിഹിം ഫഅസ്ബഹു, അവിടെ സാക്കിന മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം. ഫാഇന് മുമ്പിൽ സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്ത് ഓതണം. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا كونوا أنصار الله كما قال عيسى ابن مريم للحواريين من أنصاري إلى الله قال الحواريون نحن أنصار الله فآمنت طائفة من بني إسرائيل وكفرت طائفة فأيدنا الذين آمنوا على عدوهم فأصبحوا ظاهرين.